മലബാറിന്റെ മഹാമിഷണറിയായി മാറിയ ജെയിംസ് മുന്തനാരി അച്ഛന്റെ പൂർണ്ണകായ ശില്പം ഏഴിമല മുന്തനാരി നഗറിൽ മാർച്ച് 3 സ്ഥാപിക്കും. ശില്പപ്രയാണയാത്ര രാജഗിരി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ചു. പുളിങ്ങോം, ചെറുപുഴ ദേവാലയങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഏഴിമല ലൂർദ് മാതാ പള്ളിയിൽ ശില്പപ്രയാണയാത്ര സമാപിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച് മലബാറിന്റെ മഹാമിഷണറിയായി മാറിയ ജെയിംസ് മുന്തനാരി അച്ഛന്റെ പൂർണ്ണകായ ശില്പവുമായുള്ള യാത്ര രാജഗിരി സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നിന്നും ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ വർഗീസ് വെട്ടിയാനിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. സന്തോഷത്തോടെ ഈ യാത്ര ഈ പുണ്യഭൂമിയിൽ നിന്നും ഞങ്ങൾ ആരംഭിക്കുക. തീഷ്ണത കൊണ്ട് അനേക ഗാഥകൾ നടന്ന് വിശ്വാസം പ്രചരിപ്പിക്കുകയും കൂട്ടായ്മയിൽ ആളുകളെ ഒന്നിപ്പിക്കുകയും സ്നേഹത്തിൻ്റെ ചരടുകൊണ്ട് അവരെ കോർത്തിണക്കുകയും ചെയ്ത ഒരു മഹാ വ്യക്തിത്വമാണ്. നമ്മുടെ ഈ ഇടവകയ്ക്ക്, ഏഴിമല ഇടവകയോടൊരു സ്നേഹവും പരസ്പര ഐക്യവുമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അത് അനുസ്മരിക്കുകയാണ്. ഈ പ്രതിമ വഹിച്ചുകൊണ്ട് പുളിങ്ങോം, ചെറുപുഴ, അതുപോലെ തന്നെ പുഞ്ചക്കാട് ഈ ഇടവകളിലൂടെയാണ് പൂർണ്ണകായ പ്രതിമയുടെ വാഹനയാത്ര നടത്തപ്പെടുന്നത്. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അറിയിക്കുകയാണ്. ഈ ഗോൾഡൻ ജൂബിലി മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന ശില്പപ്രയാണയാത്ര മുന്തനാരി അച്ഛന്റെ സേവന കേന്ദ്രങ്ങളായിരുന്ന വാഴക്കുണ്ടം, ചെറുപുഴ, പുഞ്ചക്കാട് എന്നീ ഇടവകകളിലെ സ്വീകരണത്തിന് ശേഷം ഭൗതിക ശരീരം നിത്യവിശ്രമം കൊള്ളുന്ന ഏഴിമലയിൽ സമാപിച്ചു. മുന്തനാരി ഗോൾഡൻ ജൂബിലി കമ്മിറ്റി ചെയർമാൻ ഫാദർ ബിനോയ് തോമസ് ശില്പം ഏറ്റുവാങ്ങി. 7.5 പതിറ്റാണ്ട് മുൻപ് കാട്ടുമൃഗങ്ങളെയും പടർന്നു പിടിച്ച മലമ്പനിയെയും പേടിച്ച് ഏറുമാടങ്ങളിൽ കഴിഞ്ഞിരുന്ന കുടിയേറ്റ കർഷകരെ തേടി മുന്തനാരി അച്ഛനെത്തിയ വഴികളിലൂടെയാണ് ശില്പപ്രയാണയാത്ര നടത്തിയത്. ഏഴിമല മുന്തനാരി നഗറിൽ സ്ഥാപിക്കുന്ന മുന്തനാരി ശില്പം മാർച്ച് 3 താമരശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ അനാച്ഛാദനം ചെയ്യും. യുവശില്പി ഉണ്ണീക്കാനായാണ് മുന്തനാരി അച്ഛന്റെ 7.5 അടി ഉയരമുള്ള ശില്പം ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ചത്. നേരിട്ട് കാണാൻ കഴിയാതിരുന്നതിനാൽ ശില്പനിർമ്മാണം ഉണ്ണീക്കാനായിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. 1954 ഏഴിമലയിലെത്തിയ മുന്തനാരി അച്ഛൻ ഓലക്കുടിലുകളിൽ താമസിച്ചിരുന്നവരെ കാണാനായുള്ള ഭവന സന്ദർശനത്തിനിടയിൽ എടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ മാതൃകയാക്കിയാണ് ഉണ്ണീക്കാനായി മുന്തനാരി അച്ഛന്റെ ശില്പം നിർമ്മിക്കുന്നത്. യുവത്വം തുടിക്കുന്നതാണ് പൂർത്തിയായ ശില്പം. പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. വളരെ നല്ല സ്മരണകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ വർഷവും അച്ഛൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഏഴിമലയിൽ നിന്നും ഈ ദൈവജനം വരാറുണ്ട്. നമ്മളെ ക്ഷണിക്കാൻ വേണ്ടിയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ ധാരാളം പേര് എല്ലാ വർഷവും അവിടെ പോകാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ അവസരത്തിൽ ഈ മരണത്തിൻ്റെ ഈ 50-ാം വർഷം തീർച്ചയായിട്ടും ജൂബിലി സ്വർഗീയ ജീവിതത്തിൻ്റെ ഈ 50-ാം വർഷം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. തീർച്ചയായിട്ടും മുന്തനാരി അച്ഛൻ്റെ മക്കളാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇത്രയും വിപുലമായ രീതിയിൽ ഇതെല്ലാം ഓർമ്മ അനുസ്മരിക്കുവാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഈ ഏഴിമലയിലെ വികാരിയച്ഛന്, കണ്ണൂർ രൂപത, അതോടൊപ്പം തന്നെ അവിടുത്തെ ദൈവജനം, അവരെല്ലാവരും ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പടങ്ങളിലുള്ള ചിത്രം മുന്തനാരി അച്ഛൻ ഏഴിമലയിലെത്തി 20 വർഷത്തിന് ശേഷമുള്ള ചിത്രമാണ്. എന്നാൽ നമ്മളിപ്പോ ഈ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമ കൂടത്തായിലും കോടഞ്ചേരിയിലും അതുപോലെ ചെറുപുഴയിലും പുളിങ്ങോത്തും രാജഗിരിയിലുമൊക്കെ അച്ഛൻ സേവനത്തിന് വന്ന ആ പ്രായത്തിലുള്ള ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ജോസ് വെട്ടിക്കലിന്റെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. അവർ ചെയ്ത സേവനങ്ങളുടെ ഇട്ട അടിത്തറമേലാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ പടുത്ത് ഉയർത്തപ്പെട്ടത്. അതുവരെ പന്ത്രണ്ട് പിതാവ്
വലിയ സേവനങ്ങളെ തമ്പുരാനുസരിച്ച് നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം. ചില ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില ആത്മാവ് തമ്പുരാന്റെ പക്കലിരുന്നോട് തീർച്ചയായും നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് കൃപാവരം നേടിത്തരുന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല, സംശയമില്ല. താലപ്പൊലിയും മുത്തുക്കുടകളുമായി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ യാത്രയെ സ്വീകരിച്ചു. തുടർന്ന് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേളെ ബസാർ ചെറുപുഴ. അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാവിധ തുണിത്തരങ്ങൾക്കും 10 മുതൽ 50% വരെ വിലക്കുറവ്. ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം. നീലിയത്ത് സിൽക്സ് മേളെ ബസാർ ചെറുപുഴ. കുട്ടികളുടെ ലെഗിൻസ്, ഷോർട്ട്, ടോപ്പ്, സാരി, ഷോൾ, ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം. 169 രൂപ മുതൽ ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് 4 ഫ്ലോർ മാറ്റ്. ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി 24 മുതൽ. സന്ദർശിക്കുക നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ.